ഒരു ദിവസം ദ്വാരകയിൽ ശ്രീകൃഷ്ണ സന്നിധിയിൽ ഒരു ആട്ടിടയനെത്തി. അവൻ വളരെ വിനയത്തോടു കൂടി ചോദിച്ചു, കൃഷ്ണ ഭഗവാനെ, പലരും പറയുന്നു രാമായണ പാരായണം ചെയ്താൽ വലിയ ഫലമുണ്ടെന്ന്. ശരിക്കും അത് സത്യാണോ? വെറുതെ വായിച്ചാൽ മാത്രം എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ? കൃഷ്ണൻ പുഞ്ചിരിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇവിടെ ഒരു വലിയ മാവ് കാണുന്നില്ലേ? ഈ മാവിന്റെ ചുവട്ടിൽ ദിവസവും വന്നിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. മധുരമുള്ള മാമ്പഴങ്ങളെ കുറിച്ച് എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കും. മാമ്പഴം വളരെ ഗുണമുള്ളതാണ്, എല്ലാവരോടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അയാള് മാമ്പഴം കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേസമയം ഇടയ്ക്കൊക്കെ ഇതിന്റെ ചുവട്ടിൽ വന്നിരിക്കുമായിരുന്നു. എന്നാൽ അതേസമയം ഇതിന്റെ ചുവട്ടിൽ ഇടയ്ക്കൊക്കെ വന്നിരിക്കുമായിരുന്ന മറ്റൊരു വൃദ്ധൻ അതിൽ നിന്നും മാമ്പഴം പറിച്ച് കഴിക്കുകയും അതിന്റെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുകയും മറ്റുള്ളവർക്കും പഴം കൊടുക്കുകയും ചെയ്തു. കൃഷ്ണൻ ചോദിച്ചു, ഇവരിൽ മാമ്പഴത്തിന്റെ യഥാർത്ഥ മാധുര്യം അറിഞ്ഞത് ആരാണ്? യുവാവ് ഉടനെ മറുപടി പറഞ്ഞു, കഴിച്ചയാളാണ്. ശ്രീകൃഷ്ണൻ മന്ദഹസിച്ചു. അതുപോലെ തന്നെയാണ് രാമായണവും. രാമായണം വായിക്കുന്നത് മഹാപുണ്യമാണ്. അത് മനസ്സിനെ ശാന്തമാക്കും, ഭഗവാന്റെ സ്മരണയിലേക്ക് നയിക്കും. പക്ഷേ അതിലെ ശ്രീരാമന്റെ സത്യം, ധർമ്മം, കരുണ, ക്ഷമ, വാക്കുപാലിക്കൽ ഇവയൊക്കെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത്. യുവാവ് വീണ്ടും ചോദിച്ചു, അപ്പോ പാരായണത്തിന് ഫലമില്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും ഫലമുണ്ട്. സൂര്യപ്രകാശം വാതിലിലൂടെ അകത്തേക്ക് വരും. പക്ഷേ വാതിൽ നമ്മൾ തുറക്കണം. രാമായണ പാരായണം ആ വാതിൽ തുറക്കുന്നത് പോലെയാണ്. തുടർന്ന് ആ പ്രകാശം ജീവിതത്തിലേക്ക് കടക്കാൻ അനുവദിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളാണ്. ഒരു ശ്ലോകം പോലും ഭക്തിയോടെ വായിച്ചാൽ മനസ്സിലൊരു നല്ല ചിന്തയുടെ വിത്ത് വീഴും. ദിവസേന പാരായണം ചെയ്താൽ ആ വിത്ത് ഒരു വൃക്ഷമായി വളരും. എന്നാൽ കോപം, അഹങ്കാരം, അസത്യം, അധർമ്മം എന്നിവ കൊണ്ട് ആ ചെടിയെ നശിപ്പിക്കരുത്. യുവാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കൈകൂപ്പി പറഞ്ഞു, ഇനി ഞാൻ രാമായണം വായിക്കുക മാത്രമല്ല, അതിലെ ഒരു ഗുണമെങ്കിലും ഓരോ ദിവസവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് യഥാർത്ഥ രാമായണ പാരായണം. രാമായണം പാരായണം ചെയ്യുന്നത് മഹത്തായ പുണ്യകർമ്മമാണ്. അത് മനസ്സിന് ശാന്തിയും ഭക്തിയും ധർമ്മബോധവും നൽകുന്നു. എന്നാൽ അതിന്റെ പരമഫലം ലഭിക്കുന്നത് ശ്രീരാമന്റെ ജീവിത മാതൃകയെ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്ര അനുകരിക്കുമ്പോഴാണ്. പാരായണം ശബ്ദമാകാതെ സ്വഭാവമാകുമ്പോൾ രാമായണത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൽ പൂർണ്ണമായി നൽകും.